അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മെസ്സേജിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഏതാണ്? വാട്സപ്പ്. അപ്പോൾ വാട്സപ്പിൽ ഈ അടുത്തായി ഒരു അടിപൊളി കിഡിലൻ അപ്ഡേഷനുകൾ വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് അപ്ഡേഷൻ ഞാൻ പകുതി കട്ട് ചെയ്തിട്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മേലെ ഐ ബട്ടണിലോ താഴെ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NS2 ടെക്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വാട്സപ്പിൽ വന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങളാണ്. വാട്സപ്പിന്റെ സ്റ്റാറ്റസിൽ വന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങളുമാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ബീറ്റ വെർഷൻ. അതിനായി ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ആക്കണം. എന്നിട്ട് നമ്മളെ വാട്സപ്പിൻ്റെ കുറച്ച് അപ്ഡേഷനാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ബീറ്റയിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു കോൺടാക്റ്റ് എടുക്കുകയാണ്. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ സെർച്ച് എന്ന് കാണാൻ സാധിക്കും. ഇത് ആദ്യം ഉണ്ടായിരുന്നത് ഫീച്ചറാണെന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്നിട്ട് അവിടെ എന്താണോ വേണ്ടത് നമ്മൾ അതൊന്നും അവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്കത് കിട്ടുന്നതായിരിക്കും. നമുക്ക് അവിടെ കാണാൻ സാധിക്കണ്ടോ എന്താണോ നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നൊരു ട്രിക്കും കൂടിയാണിത്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സ്റ്റാറ്റസിലാണ്. എനിക്കിത് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഈ സ്റ്റാറ്റസിൽ എന്താ നോക്കുന്നത്, ഞാനിപ്പോൾ സ്റ്റാറ്റസിൻ്റെ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റാറ്റസിൻ്റെ അവിടെ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും പുതിയതായിട്ട് വന്നിരിക്കുന്ന മാറ്റം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കണ്ടോ, നമ്മൾ ആദ്യം മെസ്സേജ് അയക്കുന്ന പോലെ തന്നെ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫീലും കൂടിയുണ്ട് നമുക്ക് അവിടെ മെസ്സേജ് അയക്കുമ്പോൾ. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ട്രിക്കും കൂടിയാണിത്. ഇതിൽ കുറേ അപ്ഡേഷനൊക്കെ ഉണ്ട്. അത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ചാനലിൽ നിന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഈ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് ബേറ്റ വെർഷനിൽ അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ബേറ്റ വെർഷനിൽ അപ്ഡേറ്റ് ചെയ്യാൻ ഈ ലിങ്കിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ലിങ്കിൽ എന്തായാലും കിട്ടും, പക്ഷെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഒന്ന് ബേറ്റ വെർഷനിൽ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ള ഫ്രണ്ട്സിനും എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആകും അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞു തരുന്നില്ല. ഇതുപോലത്തെ ടെക്നോളജി വീഡിയോകൾ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കാൻ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ അവിടെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയ ടെക്നോളജി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോ കണ്ടുപിട്ടുന്നത് വരെ ബൈ ബൈ.